പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഈ പറയുന്ന സത്യമല്ലേ? ഞാൻ ഉമ്മമാരോടും കൂടി ചോദിക്കുകയാണ്. ഇവിടെ അല്ലേ ഇരിക്കണേ, ഈ മറന്റെ അപ്പുറത്ത് അവരെന്നല്ലേ? ഉമ്മമാരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്. എന്താ കാരണം? സത്യം, ഒരു മനുഷ്യന്റെ വിഷമവും സങ്കടം അറിയാൻ മുഖത്ത് നോക്കുമ്പോഴാണ് അല്ലേ? മുഖത്ത് വല്ലാത്തൊരു എന്തോ വയ്യാണ്ടായിക്കണമെന്ന്, എന്തോ ഒരു കൽബിൽ എന്തോന്ന് കൊണ്ടുകൊണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ അത് നോക്കാൻ നേരമല്ല. കാരണം എന്താ? ഒക്കെ മൊബൈലിലാണ്. എനി ടൈമും മൊബൈലാണ്. ഭർത്താവും മൊബൈലിലാണ്, ഭാര്യയും മൊബൈലിലാണ്. മൊബൈലിലേക്കേ നോക്കാനിപ്പോൾ സമയമുള്ളൂ. ഭാര്യന്റെ മുഖത്തേക്ക് നോക്കാൻ ഭർത്താവിന് നേരല്ല, ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഭാര്യക്കും നേരല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലല്ലേ ഒരു സമാധാനം, എന്തൊക്കെയാണ് ഉള്ളത്, സങ്കടമുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെ മനസ്സിലാവപ്പെടല്ലേ. അപ്പൊ അതിനൊരു നല്ല പരിഹാരം കാണിക്കാനും പറ്റും. അങ്ങനെയാണ് ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്കതൊക്കെ പകർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്ത് നിസ്കാരം മാത്രമല്ല പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുണ്ടോ? ഭാര്യനെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ വഴികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇടക്കിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുന്ന ശൈലി എങ്ങനെയാ? യാ ആയിഷ്, അങ്ങനെ വിളിക്കുക. ആയിഷ ബീവിയുടെ പേര് ആയിഷ എന്നാണ്. പക്ഷെ അവസാനത്തെ ഒരക്ഷരം അങ്ങ് കളഞ്ഞിട്ട് യാ ആയിഷ് എന്നല്ലേ, ഒരക്ഷരം കുറച്ചിട്ട് അങ്ങ് വിളിക്കുമ്പോ എന്തോ ഒരു സ്നേഹം തോന്നൂലേ? അതങ്ങനെയാണ്. ഇടക്കിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കല് യാ ഹുമൈറാ, വെളുത്ത പെണ്ണേന്നാണ്. വെളുത്ത പെണ്ണെന്നാ വിളിക്കുക. അത് വിളിക്കുമ്പോ എന്തൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഭാര്യയെ സമാധാനിപ്പിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തിയ വഴിയാണ്. നല്ലവണ്ണം പരിഗണിക്കണം. ഞാനിത് വെറുതെ പറയല്ല. ഇന്ന് പല വീട്ടിലും സമാധാനമല്ല, വെറുതെ ഇങ്ങനെ ജീവിതം തള്ളിക്കളിയാണ്. വെറുതെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളിവിടുന്നു എന്നല്ലാതെ സമാധാനത്തോടുകൂടെ ദിവസങ്ങളെ തള്ളിവിടുന്നത് വീടുകളിൽ കാണുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ വീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതങ്ങനെ ആകാൻ ചെറിയ പിന്നെ ശ്രമമൊന്നും പോരാ, നല്ല അധ്വാനം വേണം. ആരെ വീടായി പറയുന്നത്? ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടാകണം നമ്മുടെ വീട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് എങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് അതല്ലേ പ്രധാനം. സ്റ്റേജിൽ എങ്ങനെയാണ് എന്നതല്ല പ്രധാനം, സദസ്സിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം, പള്ളിയിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം, പാർട്ടിയിൽ എങ്ങനെയാണെന്നതല്ല പ്രധാനം. അവിടെയെല്ലാം മാന്യമായ കുപ്പായം ചമഞ്ഞു നടക്കുന്നവനുണ്ടാകും. അതേ സമയത്ത് സ്വന്തം വീട്ടിലെങ്ങനെയാണെന്നതാണ് പ്രധാനം. അതുകൊണ്ടല്ലേ സ്വഹാബത്തിന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതറിയണമെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണ് സ്വഹാബത്ത് വന്ന് ചോദിക്കാറുള്ളത്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതാണ്, കാന ഫീ മിഹ്നതി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടായിരുന്നു. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ സപ്പോർട്ടാണ്. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് വലിയ തുണയാണ്. പുരുഷന്മാര് വീട്ടിലുള്ള സമയത്ത് അങ്ങനെയാണ് വേണ്ടത്. ഉള്ള സമയം ഉറങ്ങി തീർക്കാനല്ല ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ ഉമ്മമാര് പറയും,
ഉസ്താദേ കുറച്ചും കൂടി കൂട്ടിയിട്ട് പറയണമെന്ന് പറയും. ഞാൻ സ്ത്രീകളെ സന്തോഷിപ്പിക്കാനല്ലോ ഇത് പറയുന്നത്. പക്ഷേ ഭർത്താക്കന്മാര് വീട്ടിൽ എങ്ങനെ വേണമെന്നത് എല്ലാം പഠിപ്പിച്ചു തന്ന ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാന ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു. പുരുഷന്മാർ അങ്ങനെയാ വേണ്ടത്. വീട്ടിലുള്ള സമയത്ത് വീട്ടുകാർക്ക് ഭാര്യയ്ക്ക് നല്ല സപ്പോർട്ട് വേണം. വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ല ഇയാൾ എപ്പോഴെങ്കിലും ഒന്ന് എണീറ്റ് പോയാൽ തിരക്കേടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കോലത്തിലെത്താൻ പാടില്ല. നിങ്ങളൊക്കെ അൽഹംദുലില്ലാ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുടുംബത്തിന് വലിയ സപ്പോർട്ടാണല്ലോ, അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയണേ. അങ്ങനെ അല്ലെങ്കിലോ മാറണമെന്നാണ് പറയണേ. കുറേ അത് കേട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ? കേട്ടിട്ട് മാറേണ്ടത് നമ്മൾ എന്താക്കാം, മാറ്റം തന്നെ വേണം. അപ്പൊ ഞാനിത് വെറുതെ പറയല്ല, വീട്ടുകാർക്ക് സപ്പോർട്ട് വേണം. എങ്ങനെ സപ്പോർട്ട്? എല്ലാം കൊണ്ട് സപ്പോർട്ടാണ്. ഒന്ന്, അവർക്ക് നമ്മളൊരു തലവേദന ആകാൻ പാടില്ല. ഇത് ഭാര്യന്റെ മൊബൈൽ എടുത്തു നോക്കിയാൽ ഭർത്താവിന്റെ നമ്പർ ആഡ് ചെയ്തിട്ട് തന്നെ തലവേദന ആണ്. ഞാനിത് വെറുതെ പറയല്ലേ, സത്യം പറയാണ്. നാളെ ഒരാളെ അത് നേരെ തിരിച്ചുണ്ടാവും. നാളെ ഒരാളെ മൊബൈൽ തൊട്ടടുത്തിരിക്കണ ഒരാൾക്ക് ഇങ്ങനെ കോൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിലിങ്ങനെ കാണിക്കുമല്ലോ. അപ്പൊ മൂപ്പർ ആഡ് ചെയ്തിരിക്കണ കിരികിരി എന്നാ. കിരികിരി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല, പറയോ? അതായത് ഞങ്ങളെ നാട്ടിൽ നിങ്ങൾ ഇവിടെ നിന്ന് തലവേദന എന്ന് പറയുന്ന മറ്റൊരു മുത്തറാദിഫായ ലഫ്ലാണ് അവിടെ. നിങ്ങൾ ഇവിടെ നിന്ന് തലവേദന എന്നറിയില്ലേ, അതിന് ഞങ്ങളെ നാട്ടിൽ കിരികിരി എന്നാ പറയാ. അപ്പൊ ഭാര്യന്റെ കോൾ വരുമ്പോ ഭർത്താവ് ഭാര്യന്റെ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നത് കിരികിരി. ഇനി ഇത് കേട്ടിട്ട് ഇപ്പൊ നിങ്ങളങ്ങനെ ആഡ് ചെയ്യാൻ പോണ്ട. എന്താ കാരണം? എപ്പോഴും ശല്യമായിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ ആകാൻ പാടില്ല. അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദന ആകാൻ പാടില്ല. വീട്ടില് ഭാര്യമാർക്ക് ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം. ഒന്ന്, ശല്യം ചെയ്യണ്ട. അങ്ങനെ നബിസല്ലാസങ്ങൾ അങ്ങനെയായിരുന്നു. ഒന്ന്. രണ്ട്, സഹകരിക്കുക, അവരെ കൂടെ നിൽക്കുക, സഹകരിക്കുക. എങ്ങനെ സഹകരിക്കുക? അടുക്കളയിലൊന്ന് കയറി നോക്കുക, അവരെ കൂടെ അവരങ്ങ് തക്കാളി മുറിക്കുമ്പോ കൂടെ നിൽക്കുക, അപ്പം ചുടുമ്പോൾ കൂടെ നിൽക്കുക. അതൊക്കെ വലിയ സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്താദേ, ഇതൊക്കെ നമ്മളോടിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ വലിയ തിരക്കുള്ള ആളുകൾ എന്നാ ഓരോരുത്തരുടെയും ധാരണ. ചോദിക്കട്ടെ, എന്ത് തിരക്ക്? നമ്മുടെ സർവരുടെയും തിരക്കിനേക്കാളും വലിയ തിരക്കുള്ള നേതാവായിരുന്നില്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ തങ്ങളുടെ തിരക്കുകളൊന്നും ഇതിനൊരു തടസ്സമായിരുന്നില്ലല്ലോ. അപ്പം ചുടുമ്പോൾ കൂടെ പോയി നിൽക്കാറുണ്ട്. അത് ഭാര്യയ്ക്ക് എന്തൊരു സന്തോഷമാണ്. അതേ, തക്കാളി മുറിക്കുമ്പോഴും പലതും മുറിക്കുമ്പോൾ തങ്ങളങ്ങ് മുറിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇതുപോലെ സ്വന്തം കുപ്പായം സ്റ്റിച്ച് ചെയ്യാൻ വല്ലതുമുണ്ടോ? അത് ഭാര്യയ്ക്ക് തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം സ്വന്തം കുപ്പായം സ്റ്റിച്ച് ചെയ്തിരുന്നു. അല്ലേ? എവിടെന്നെങ്കിലും ഒരു കുടുക്കങ്ങ് പോയാൽ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അറിയില്ല ഉസ്താദേ, അത് 1-2 തവണ പഠിച്ചാൽ ശരിയാവും. പഠിച്ചാൽ തിരിയാത്ത ഒന്നുമില്ല. എന്തൊക്കെ നമ്മൾ പഠിച്ചാൽ കിട്ടണതല്ലേ ഉള്ളൂ. ഇത് നമ്മൾ അങ്ങനെയല്ല. ആയിഷോ, ഒരു കുടുക്കങ്ങ് പോയാൽ പിന്നെ ആയിഷനെ വിളിക്കലായി. എന്താ, നാളെ എനിക്ക് ആ കുപ്പായം വേണം കേട്ടോ, ആ കുടുക്ക് പോയിട്ടുണ്ട്, അതൊന്നും നന്നാക്കി വെക്കണേന്ന് പറയും. അങ്ങനെ ആകരുത്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ 31 ഭാര്യ അങ്ങനെ എങ്ങനെ തലയിൽ അങ്ങ് കൈവച്ചു പോയി. അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞാൽ ഉമ്മമാരോടും കൂടി ഞാൻ പറയാണ് ഇതിന്റെ അർത്ഥം. ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഒരു ഭർത്താവ് നിങ്ങളുടെ കയ്യിൽ കുപ്പായം തരുമ്പോഴേക്ക് ഇന്നലെ ഉസ്താദിന്റെ വാത് കേട്ടില്ലേ എന്ന കമന്റ് ആയിരിക്കും. അതും കൂടി ഞാൻ പറയാണ്. കാരണം പകുതി ഞാൻ പറഞ്ഞ അങ്ങ് പോയാല് പിന്നെ നിങ്ങളൊക്കെ പിന്നെ അടുത്ത കൊല്ലം ഏതായാലും വിളിക്കൂലെന്ന് ഉറപ്പാ. അതുകൊണ്ട് ഫുള്ളായിട്ട് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇപ്പൊ എത്രയായി സമയം? 10 മണിയായി. ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾ ഇരിക്കൂലേ? നിങ്ങൾ ഇരുന്നാലും ഇരുന്നില്ലെങ്കിൽ ഞാൻ അരമണിക്കൂറും കൂടി അറിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു അപ്പൊ പുരുഷന്മാരോട് അങ്ങനെ നിങ്ങൾ പറയരുത് ഉമ്മമാരെ. അതേ സമയത്ത് പുരുഷന്മാർ കുറച്ചും കൂടി പഠിക്കണം. കുപ്പായം ഒരു കുടുക്കങ്ങ് പോയാൽ അത് സ്വന്തം അങ്ങ് കുടുക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള ഇൽമ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിരുന്നു.
മൃഗത്തിന്റെ പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഞങ്ങളെ വീട്ടിൽ ഇപ്പൊ മൃഗം ഇല്ലാത്തതുകൊണ്ട് പിന്നെ തിരക്കടില്ല, അങ്ങനൊന്നുമില്ല. എന്നാലും ആ സ്വന്തം വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും നമ്മൾ കൂടെ നിൽക്കണം, തുണയാകണം. ഇപ്പൊ ബക്കറ്റ എവിടേക്കാണ്? സദസ്സിലേക്കല്ല, ഇപ്പൊ സ്റ്റേജിലോട്ട് ഏതായാലും വരില്ലെന്ന് ഉറപ്പാ. സദസ്സിൽ ഇവിടേക്കാണോ അങ്ങോട്ടാണോ? രണ്ട് ഭാഗത്തേക്കാ? ആയിക്കോട്ടെ, ബക്കറ്റ് വരുന്നതാ. രണ്ടും മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് നീല കളർ, മറ്റൊന്ന് ചുവപ്പ് കളർ. അത് ഇത് ആണുങ്ങൾക്കാ? അല്ല, രണ്ടും ഇവിടെ തന്നെ. ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട്. അപ്പൊ നോക്കട്ടെ, മെജോറിറ്റി ഏതിനാ കൂടുതൽ നോക്കാം. രണ്ടും കൊണ്ടുവന്നിട്ട് ഇവിടെ മുന്നിൽ വെക്കണം കേട്ടാ. ആണുങ്ങളാണോ കൂടുതൽ സഹായിക്കുക, പെണ്ണുങ്ങളാണോ? അല്ലാഹുവേ നീ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സഹായിക്കുന്നവരൊക്കെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലേ, സദസ്സ് എന്നൊക്കെ എത്രയാണ് പാവം സഹായിക്കുക ഓരോരുത്തരും. ഉള്ളതങ്ങ് കൊടുക്കുക. അല്ലാഹുവേ നീ സഹായിക്കണേ റഹ്മാൻ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ എങ്ങനെയാണ്, എന്തിനേറെ പറയണം. അതേ വാഹനത്തിൽ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോലും ഭാര്യയെ നന്നായി ശ്രദ്ധിച്ചിരുന്ന ഭർത്താവായിരുന്നില്ലേ ലോകനേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്? അതുപോലും ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചില്ലേ? അതേ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങളതാ മദീനയിലേക്ക് പോവാണ്. ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തങ്ങളെ പ്രിയപ്പെട്ട പത്നിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ആ സഫിയ ബീവി റളിയല്ലാഹു അൻഹ അതേ വാഹനപ്പുറത്ത് കയറാൻ, മൃഗമായിരുന്നല്ലോ അന്നത്തെ വാഹനം, ആ മൃഗത്തിൻ പുറത്ത് കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാല് വെച്ചു കൊടുക്കുന്നു. ആ തങ്ങളുടെ കാലിന്മേൽ പ്രിയപ്പെട്ട പത്നിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ അതേ ചവിട്ടി നിൽക്കുന്നു. എന്നിട്ട് ആ കാലിന്മേൽ ചവിട്ടിയിട്ട് മൃഗത്തിൻ പുറത്ത് കയറിയിരിക്കുന്നു. ഭാര്യയെ അതേ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറാറുള്ളൂ. അപ്പൊ സ്വന്തം ഭാര്യ ഇരുന്നു എന്ന് ഉറപ്പായതിനു ശേഷം ഭർത്താവ് ഇരിക്കേണ്ടതല്ലേ? ചിലപ്പോ നിങ്ങൾ പറയും, അത് അന്നത്തെ മൃഗമല്ലേ ഉസ്താദ്, അതിന്റെ പ്രയാസം കൊണ്ടാണ്. അത് ഇന്നങ്ങനെയല്ലല്ലോ, കാറല്ലേ, എളുപ്പമല്ലേ. എന്നാലും പർദ്ദ ധരിക്കുന്നതാണെങ്കിലോ ചിലപ്പോ പർദ്ദ ഡോറിലങ്ങ് കുടുങ്ങിയിട്ടുണ്ടാകും. പിന്നെ തൊട്ടടുത്തുള്ള കാറുകാരൻ പറയണം, അതാ ഭാര്യന്റെ പർദ്ദ അപ്പുറം ഡോറിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഭർത്താവ് കാറിലോട്ട് കയറിയിരിക്കാൻ. ഇതുപോലും പഠിപ്പിച്ചില്ലേ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഉറുമ്പിന്റെ സംസാരം അറിയിച്ചു കൊടുത്തു, അതിന്റെ ആശയം അറിയിച്ചു കൊടുത്തു. ആ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ ഖുർആൻ പറഞ്ഞു, ഫതബസ്സമ ളാഹികാ, സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. മിൻ ഖൗലിഹാ, ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോഴേക്ക് അതിന്റെ ആശയം മനസ്സിലാക്കി സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. എന്നിട്ടോ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയാണ്, വഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹ്, നീ എനിക്ക് ചെയ്ത നിഅമത്തുണ്ടല്ലോ, എനിക്ക് ചെയ്ത നിഅമത്ത് ഏതാണ്?
അതേ ഇൽമ നീ തന്നു, അതെനിക്ക് നീ ചെയ്ത നിഅമത്താണ്. അധികാരം തന്നു, അത് നീ എനിക്ക് ചെയ്ത നിഅമത്താണ്. അതേ പക്ഷികളുടെ സംസാരം അറിയിച്ചു തന്നു, അത് നീ എനിക്ക് ചെയ്ത നിഅമത്താണ്. എന്നാൽ എനിക്ക് ചെയ്ത നിഅമത്ത് മാത്രമല്ല, വഅലാ വാലിദയ്യ, എൻ്റെ ഉമ്മാക്കും ബാപ്പക്കും നീ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് കിട്ടിയ നിഅമത്തിന് പകരം മക്കൾ ശുക്ർ ചെയ്യൽ ബാധ്യസ്ഥരാണ് കേട്ടോ. സുലൈമാൻ നബി അലൈഹിസ്സലാം അതല്ലേ മക്കളെ ഖുർആനിൽ പറഞ്ഞത്, എനിക്ക് നീ ചെയ്ത അനുഗ്രഹത്തിന് പകരം മാത്രമല്ല, എൻ്റെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നീ ചെയ്ത നിഅമത്തിന് പകരം, അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മാത്രമല്ല, എൻ്റെ ഉമ്മാക്ക് നീ ചെയ്ത നിഅമത്തുണ്ട്. എൻ്റെ ഉമ്മാക്ക് നീ ചെയ്ത നിഅമത്തുണ്ട് റബ്ബേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ, ഓ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരെ, കേവലം ഒരു പെണ്ണാകാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ നേരത്തെ തന്നെ പെണ്ണാണല്ലോ. സ്ത്രീകളൊക്കെ ഇപ്പൊ തന്നെ പെണ്ണാണ്. ഇനിയിപ്പോ ആണാകാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോ അവർ ആണാകാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാലാണ് ഇന്ന്. ആണ് പെണ്ണാകാൻ നോക്കാണ്, പെണ്ണ് ആണാകാൻ നോക്കാണ്. എന്താ ഓരോരുത്തരുടെ ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും, നമ്മളെ ഭാര്യമാരൊക്കെ ചിലപ്പോൾ തമാശക്ക് പറയും, നമ്മളിങ്ങനെ എന്നും പുറത്തു പോകണമുണ്ട്. അവർ പറയും, അങ്ങനെ പറയും, നിങ്ങളെ പോലെ ഒരു വാൾച്ചൊല്ലുടെ ഉസ്താദ് ആവണിന്ത് എന്ന് ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ ഭാഷയിൽ പറയും. നിങ്ങളെ ഭാഷയിൽ, എൻ്റെ ഭാഷയിൽ അങ്ങനെ പറയാം. നാന് നിങ്ങളെ പോലമേ, പലപ്പോഴും എൻ്റെ ഭാര്യ എന്നോട് തമാശക്ക് പറയും, നാന് നിങ്ങളെ പോലമേ ഒരു വാൾച്ചൊല്ലുടെ ഉസ്താദ് ആവണിന്ത് എന്ന് പറയും. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു വാള് പറയുന്ന മുസ്ലിയാരാകേണ്ടിയിരുന്നു. എന്നാൽ നല്ല രസമല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിനിൽ പോവാ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറിൽ പോവാ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ പോവാ. അപ്പോഴൊക്കെ ഞാൻ പറയും, ഒരാഴ്ച നീ അങ്ങനെ പോയാൽ പിന്നെ നീ പറയും, വേണ്ട ഞാൻ പഴയ പെണ്ണെന്നായാൽ മതിയെന്ന്. കാരണം ഇതിൻ്റെ ഒക്കെ പ്രയാസവും വിഷമം എത്രയാണ് നീ പോകുന്നവർക്ക് അറിയുള്ളൂ. ആളുകളെ കാഴ്ചയിൽ സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോവാണ്, ട്രെയിനിൽ പോവാണ്, കാറിൽ പോവാണ്, നല്ല ഭക്ഷണമാണെന്നൊക്കെ അല്ലേ? ആഷിം മൗലവിക്ക് അറിയാം അയാളെ വീട്ടിൽ നിന്ന് ഞാൻ എത്ര ഇപ്പൊ കഴിച്ചു എന്ന്. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ കഴിക്കാൻ കഴിയോ? കഴിയില്ല. സത്യം പറഞ്ഞാൽ വഅള് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അങ്ങനെയാണല്ലോ. ഈ മെഴുകുത്തിരിങ്ങൾ കാണാറില്ലേ? എല്ലാവർക്കും വെളിച്ചം കൊടുക്കും, നമ്മളിങ്ങനെ ഉരുകി 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 ഉരുക്കി പോവാണ്. അല്ലാഹ് നമുക്കൊക്കെ നല്ല ആഫിയത്ത് തരട്ടെ. ഓരോ ദിവസം എത്ര നേരം ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കണം അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, ഒരാഴ്ച നീ അങ്ങനെ പോയാൽ മതി, പിന്നെ നീ പറയും വേണ്ട ഞാൻ പഴയ തറവാട്ടിലേക്ക് തന്നെ മടങ്ങിക്കോട്ടെ, ഏത് പെണ്ണെന്നെ ആയിക്കോട്ടെ എന്ന് തമാശക്ക് നമ്മളിങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാണ്, നിങ്ങൾ ആരും ഇനിയൊരു പെണ്ണാകാൻ നോക്കേണ്ടതില്ല. കാരണം നേരത്തെ അള്ളാഹു നിങ്ങളെ പെണ്ണാക്കി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രമിക്കേണ്ടത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാനെ പോലെ ആകാനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ആ ഉമ്മാനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത്, ഇമ്രഅത്തുൻ മുസ്ലിമത്തുൻ സാകിയത്തുൻ ത്വാഹിറ, മുസ്ലിമത്തായ പെണ്ണാണ്, പോരാ നല്ല പരിശുദ്ധതയുള്ള പെണ്ണാണ്, സംശുദ്ധതയുള്ള പെണ്ണാണ്, ഒരു കലങ്കവുമില്ലാത്ത പെണ്ണാണ്, ഒരു അവിഹിത ബന്ധം പോലുമില്ലാത്ത പെണ്ണാണ്. ഓ ഉമ്മമാരെ, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാനെ പോലെയാകാനാണ് ശ്രമിക്കേണ്ടത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ കണ്ടില്ലേ? അല്ലാഹുവേ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹത്തിന് പകരം നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണം. എനിക്ക് മാത്രമല്ല, എൻ്റെ ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാമിനും എൻ്റെ ഉമ്മാക്കും നീ ചെയ്ത അനുഗ്രഹത്തിന് പകരം നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാന്റെ പ്രത്യേകത എന്താണ്?
പലപ്പോഴും മകനെ വിളിച്ചിട്ട് ഒരു ഉപദേശം നൽകാറുണ്ടായിരുന്നു. മകൻ നബിയാണ്, ശരിയാണ്, ഇൽമുള്ള മോനാണ്, വലിയ മഹാനാണ്. എന്നാലും കുട്ടിക്കാലത്ത് ഉമ്മ മകനെ വിളിച്ച് ഉപദേശിച്ചിരുന്ന ഒരു ഉപദേശമുണ്ട്. ഓ ഉമ്മമാരെ, ഈ ഉപദേശം നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് സമാനമായ ഉമ്മയാകാറുള്ളൂ. ആ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് ഉപദേശിച്ചിരുന്നത് എന്താണ്? യാ ബുനയ്യ, കുഞ്ഞുമോനെ. അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഞാനിത് വെറുതെ പറയല്ല. പലപ്പോഴും ഇന്ന് മക്കൾ വഴിപിഴക്കാൻ കാരണം തന്നെ ഉമ്മയും ബാപ്പയുമാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, അല്ലേ? നിങ്ങൾ അല്ലാന്ന് പറഞ്ഞാലും സംഭവം അങ്ങനെയാണ്. എല്ലാരെ കുറിച്ച് ഞാൻ പറയല്ല. എന്താ കാരണം? സ്വന്തം മോനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും ബാപ്പക്കറിയില്ല. ഇപ്പൊ സദസ്സിൽ കൂടുതൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. എന്താ ഈ നാട്ടിൽ ചെറിയ മക്കളൊന്നുമില്ലേ? നിങ്ങളൊക്കെ നിർത്തിക്കണോ? കുട്ടികളൊന്നും ഇല്ലേനാ ഞാൻ ചോദിക്കണേ. ഉണ്ടല്ലേ? ഒക്കെ ഓരോ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, അല്ലേ? ഉമ്മമാരെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നല്ല പരിപാടിയാ, അത് നല്ല പരിപാടി കേട്ടോ. അള്ളാഹു ബർക്കത്തായിട്ട്, അള്ളാഹു സന്തോഷം നൽകട്ടെ എന്ന് ഞാൻ തെറ്റിദ്ധരിക്കൂന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ അങ്ങനൊന്നും കരുതൂല. ആയിക്കോട്ടെ, ഇപ്പൊ തൽക്കാലം നമ്മൾ പിണങ്ങാതിരിക്കാൻ അങ്ങനെ കരുതാ. ഒക്കെ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഒരു മോനോട് എങ്ങനെ സംസാരിക്കണം എന്ന ഒരു വിവരം പോലും ബാപ്പക്കില്ല. നിങ്ങളെ കുറിച്ചല്ല കേട്ടോ. നിങ്ങൾ കായംകുളക്കാരൊക്കെ ഭയങ്കര ഉഷാറാ, എല്ലാവരും. നിങ്ങൾക്ക് അറിയാത്ത ഒന്നുമില്ല. ഞാൻ വേറെ ചില ആളുകളെ കുറിച്ച് പറയാണ്. ലൈവ് ഒന്നുമില്ലല്ലോ ഇത്. എന്നാ പിന്നെ ധൈര്യത്തിൽ പറയാം. വേറെ നാട്ടുകാരെ കുറിച്ചാ പറയട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നാളെ വേറെ പറയുമ്പോൾ ആ നാട്ടുകാർ ചോദിക്കൂല ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ കുറിച്ചാണോ എന്ന്. അപ്പൊ പിന്നെ മറ്റന്നാൾ അങ്ങനെ പറയണം. മറ്റന്നാളും വേളുണ്ടല്ലോ. അപ്പൊ പിന്നെ മറ്റന്നാൾ എന്ന് പറയുമ്പോൾ അവിടെയും കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു തന്നത്, എങ്ങനെയെങ്കിലും കുട്ടികളോട് പെരുമാറിയാ പോരാ. അങ്ങനെ പറ്റൂല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഉപദേശിക്കുമ്പോ വിളിച്ചൊരു വിളിയുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. രക്ഷിതാക്കളെ, കുട്ടികൾ എത്ര വികൃതി കാണിച്ചാലും സുബ്ഹാനല്ലാഹ്, തീരെ കഥയില്ലാത്ത ചില രക്ഷിതാക്കളുണ്ട്. ഉടനെ അവസാനം ഒരൊറ്റ പറച്ചിലങ്ങ് പറഞ്ഞു പോകും. എന്താ പറയണത്? നീ എന്റെ മോനല്ല. അങ്ങനെയാണ് പറയാറുള്ളത്. ഇങ്ങനല്ലേ പറയല്? കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചാൽ, ഒരു വികൃതി കാണിച്ചാൽ, ആ മോനോട് പറയാണ്, നീ എന്റെ മോനല്ല, നീ എനിക്ക് വേണ്ട. അങ്ങനെ വീട്ടില് മക്കൾക്കിടയിൽ എന്താ അതിന് പറയാ? ഒരു താരതമ്യം ചെയ്യാ. മൂത്ത കുട്ടിയെ വിളിച്ചു പറയാ, നീ എന്റെ മോനാണ് കേട്ടാ, നീ വേണ്ട പോ. അപ്പൊ ഓനക്ക് തോന്നും, പഴയ കാലത്തെ കുട്ടികളാണെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോ നമ്മുടെ അടുത്ത് ഓടി വരും, ഞാനുണ്ട് നിങ്ങളെ കൂടെ തന്നെ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മക്കൾ കാത്തിരിക്ക എപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കൂന്ന്. എന്നാ പിന്നെ ഓരങ്ങ് കഴിച്ചിലായില്ലേ? ഓരന്ന് കഴിച്ചിലായില്ലേ? മക്കള് കാത്തിരിക്കാണ് എപ്പോ ഉമ്മയും ബാപ്പയും വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കൂന്ന് കാത്തിരിക്കാണ്. അവന് പിന്നെ ഒരു സ്വതന്ത്രരായില്ലേ? അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു താരതമ്യം. ഒരു മോനെ അടുത്തേക്ക് വിളിച്ചിട്ട്, ഇവൻ എന്റെ മോനാട്ടോ, നീ എനിക്ക് വേണ്ടട്ടോ, ചെറിയ കുട്ടികളെ കാണിച്ചിട്ട് പാടില്ല. ആ മക്കൾ എത്ര കണ്ട് വികൃതി കാണിച്ചാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഉമ്മ വിളിച്ചൊരു വിളിയുണ്ട്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. ആ വിളി കേട്ടാൽ പിന്നീട് ആ മകനോട് ബാപ്പ എന്താണോ പറയുന്നത്, ഉമ്മ എന്താണോ പറയുന്നത്, അത് ആ കുഞ്ഞ് കേൾക്കാതിരിക്കൂല, അനുസരിക്കാതിരിക്കൂല. കാരണം ആ കുഞ്ഞിയുടെ ഖൽബിൽ പതിഞ്ഞുപോയി, ഉമ്മാന്റെ വിളിയും ബാപ്പാന്റെ വിളിയും പതിഞ്ഞുപോയി. വിളിച്ചതെന്താണ്? യാ ബുനയ്യ,
കുഞ്ഞുമോനെ എന്നാണല്ലോ. ആ വിളി കേട്ടപ്പോഴേക്ക് കുഞ്ഞങ്ങ് അനുസരിച്ചു പോയി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പലപ്പോഴും പറയുന്ന ഒരു ഉപദേശമാണ്. ആ ഉപദേശം ഉമ്മമാരെ നിങ്ങളെ മക്കൾക്ക് നൽകാൻ മറന്നു പോകരുത് കേട്ടോ. എന്താണ് ഉപദേശം മോനെ? ലാ തുക്സിറന്നൻ നൗമ ബില്ലൈലി, രാത്രി സമയം ഫുള്ളായി ഉറങ്ങിക്കളയരുത് കേട്ടോ. ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രാത്രി എന്ന് പറഞ്ഞാൽ ഫുള്ളായി ഉറങ്ങി തീർക്കാനുള്ളതാണ്. അല്ല അല്ല, ആ ഉപദേശമാണ് ഉമ്മ മകനോട് പറയുന്നത്. ലാ തുക്സിറന്നൻ നൗമ ബില്ലൈലി, മോനെ രാത്രിയിൽ നീ കൂടുതലും ഉറങ്ങിക്കളയരുത്. അത്യാവശ്യത്തിന് ഉറങ്ങണം. കുറച്ച് സമയം ഉണർന്ന് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം കേട്ടോ. എന്നിട്ടോ ഉമ്മ മകനോട് പറയാണ്, കുഞ്ഞുമോനെ രാത്രി ഫുള്ളായി ഉറങ്ങി തീർത്താൽ അതേ ഫഇന്നഹു യഅതി ഫഖീറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് ദരിദ്രരായി വരുന്ന ചില ആളുകളുണ്ട്. അവരെ കയ്യിൽ ഒരു സമ്പാദ്യവുമില്ല. ഒരു സമ്പാദ്യവുമില്ലാതെ ഒരു സൽക്കർമ്മവുമില്ലാതെ ഖിയാമത്ത് നാളിൽ ദരിദ്രരായി വരുന്ന ചില ആളുകളുണ്ട് മോനെ. ഓ കുഞ്ഞുമോനെ, അവരാരാണെന്നറിയുമോ? രാത്രി സമയം ഫുള്ളായി ഉറങ്ങി തീർത്തവരാണ് കേട്ടോ. ഈ ഉപദേശം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കുട്ടിക്കാലത്ത് കുഞ്ഞുമോനെ എന്ന് വിളിച്ച് നൽകാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, ആ എന്റെ ഉമ്മക്ക് നീ ചെയ്ത അനുഗ്രഹം, എന്റെ ബാപ്പയായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നീ ചെയ്ത അനുഗ്രഹം, അതുപോലെ എനിക്ക് നീ ചെയ്ത നിഅമത്ത്, അതിന് പകരം നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ അല്ലാ. എന്നിട്ടൊന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്, വഅൻ അഅമല സ്വാലിഹൻ തർലാഹു, നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകൾ നിർവഹിക്കാൻ നീ എനിക്ക് അവസരം തരണേ അല്ലാ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഈ പറഞ്ഞ ഒരൊറ്റ ദുആയിലും ദുനിയാവിന്റെ വിഷയം ഇല്ലേ ഇല്ല. നമ്മളൊക്കെ ദുആ ചെയ്യാൻ വലിയ ഉഷാറാണ്. എന്തിനാണ് ദുആ ചെയ്യുന്നത്? ജോലി റെഡിയാകാനാണ്, കച്ചവടം ഉഷാറായി വരാനാണ്, ഇതുപോലെ തന്നെ അസുഖം മാറാനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയില്ലേ? ആ ദുആയിൽ ദുനിയാവിന്റെ ഒരൊറ്റ കാര്യം പോലും ഇല്ലല്ലോ, എല്ലാം ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ കൂട്ടത്തിൽ മഹാനവരുകൾ ചോദിച്ചത് എന്താണ്? വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ നീ എന്നെ ചേർക്കണം അല്ലാ. സജ്ജനങ്ങളുടെ വിഭാഗത്തിൽ, സജ്ജന വിഭാഗത്തിൽ നീ എന്നെ ചേർക്കണേ അല്ലാ. ഈ പരിസരം വലിയ ബറക്കത്തുള്ള പരിസരമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ ധാരാളം മഹത്തുക്കളുടെ നാടാണെന്നറിഞ്ഞു. അതേ തൊട്ടപ്പുറത്തെ നാട് പതി ഉസ്താദിന്റെ നാടാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇവിടെ തന്നെ നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെ പരിസരത്ത്
ധാരാളം ആലിമീങ്ങൾ അന്തിയുറങ്ങുന്നുണ്ടെന്നറിഞ്ഞു. അതേ സഞ്ചാന മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാനരുണ്ടെന്നറിഞ്ഞു. അതുപോലെ തന്നെ മൂപ്പർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘകാലം ഇവിടെ ദർസ് നടത്തിയിരുന്ന മഹാനർ ഇവിടെയുണ്ടെന്നറിഞ്ഞു. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ നല്ല മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ നാടാണ്. ആ നാടിന്റെ സ്വലാഹിയത്തിന്റെ തനിമ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ശ്രമിക്കണം. അതിന് രക്ഷിതാക്കളെ, ഇനി അതാ വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറയെ നല്ലവരാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണോ. നമ്മുടെ മക്കളെ കുറിച്ച് നന്നായി ചിന്തിക്കണോ. അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണോ. ഇൽമു പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടല്ലോ. ഈ നാട്ടിൽ തന്നെ ദർസ് പ്രവർത്തിക്കുന്നുണ്ട്. സദസ്സിൽ മുതഅല്ലിമീങ്ങളെ കാണുന്നുമുണ്ട്. ഈ നാട്ടിലുള്ള ദർസും അതുപോലെ പരിസരത്തുള്ള മറ്റു ദർസുകളെല്ലാം ഉപയോഗപ്പെടുത്തണം. സാധുവായ ഞാനും ഒരു ദർസ് നടത്തുന്നയാളായതുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 60ഓളം മുതഅല്ലിമുകൾ എന്റെ ദർസിൽ ഓതി പഠിക്കുന്നുണ്ട്. ഓരോ വർഷം പഠിച്ച് ഉപരിപഠനത്തിന് കോളേജിൽ പോകാറുമുണ്ട്. ഇത്തവണയും 11 മുതഅല്ലിമുകൾ കോളേജിന് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെയുള്ള നിങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ദർസുകളിൽ നിങ്ങളുടെ മക്കളെ ചേർത്തി പഠിപ്പിച്ച് അവരെ നല്ല ആലിമീങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്ന് ദീനീ ബോധമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവന്ന് നാടിന്റെ നല്ല ദീനീ ചൈതന്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം കേട്ടോ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാല് ചുരുക്കുന്നു. ആഖിറത്തെ കുറിച്ച് ഓർത്തു ജീവിക്കണോ. ദുനിയാവ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് തീർന്നു പോകും. ആഖിറമങ്ങ് രക്ഷപ്പെടണോ. ദീനിന്റെ ചിഹ്നങ്ങളെ നാട്ടിൽ വളർത്തണോ.